കണ്ണൂർ മാലൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി ചത്തു. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പരിക്കാണ് മരണകാരണം. സംഭവത്തിൽ സ്ഥലമുടമയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കും. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പുലി കെണിയിൽ കുടുങ്ങിയത്. കെണിവച്ചയാളെ കണ്ടെത്തി പ്രതി ചേർക്കും. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജോസഫ്, എന്താണ് സംഭവിച്ചത്? പന്നിക്കെണിയിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സ്ഥലമുടമയ്ക്കും ഒപ്പം കെണിവച്ചയാൾക്കും എതിരെ കേസെടുത്തിരിക്കുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ഈ പുലി കുടുങ്ങുകയായിരുന്നു. പന്നിക്ക് വെച്ച കെണിയിലാണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത്. പിന്നീട് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തുകയും 3 തവണ മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടുകയുമായിരുന്നു. ഈ കെണിയിൽ കുടുങ്ങിയ സമയത്ത് തന്നെ ഇതിന്റെ വയർഭാഗം വലിഞ്ഞു മുറുകിയ നിലയിലായിരുന്നു. അങ്ങനെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇത് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 2 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സ്ഥല ഉടമയായിട്ടുള്ള ആൾക്കെതിരെയും അതുപോലെ തന്നെ ഈ കെണി വെച്ച ആൾക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഈ കെണി വെച്ച ആരാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സ്ഥല ഉടമ അറിയാതെ കെണി വെച്ചു എന്നാണ് ഈ സ്ഥല ഉടമ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും മറ്റു ഉദ്യോഗസ്ഥരോടും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സ്ഥലത്തിന്റെ ഉടമയും കെണി വെച്ച ആളെയും ഇത്തരത്തിൽ കേസിൽ പ്രതിയാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായ രീതിയിൽ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കും. എന്തായാലും കഴിഞ്ഞ 5 മാസം മുമ്പാണ് ഈ മേഖലയിൽ ഒരു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതിനുശേഷം പുലിനെ ആരും കണ്ടില്ല. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആറളം RRTയിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് ഈ ദൌത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ വെറ്റിനറി സർജനായിട്ടുള്ള ഏലിയസ് റാവുത്തറാണ് 3 തവണ മയക്കുവെടി വെച്ചത്. ഈ മയക്കുവെടി വെച്ചതിൽ അധിക ഡോസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രാഥമികമായി വരുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആന്തരിക അവയവങ്ങൾ കേറ്റിരിക്കുന്ന ക്ഷതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യമാണ് പ്രധാനമായും പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് ഒരു 4 മണിയോടുകൂടി ഈ സംഭവം ഈ ഉദ്യോഗസ്ഥർ അറിഞ്ഞതാണ്. ഇതിന്റെ അലർച്ച കേട്ട് നാട്ടുകാർ ഉൾപ്പെടെ വിവരം അറിയിച്ചതാണ്. പക്ഷേ ഈ പുലിയെ രക്ഷിക്കാൻ ഏകദേശം 11 മണി വരെ വേണ്ടി വന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ പുലി ചാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. കേവലം ഈ കെണി വെച്ച ആളുകളിലേക്ക് മാത്രം ഈ അന്വേഷണം നീളുന്നതിൽ നാട്ടുകാർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിൽ മാത്രമാണ് എന്താണ് ഈ മരണകാരണം എന്ന കാര്യത്തിൽ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും 3 തവണ ഈ പുലിക്ക് മയക്കുവെടി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ ഈ ക്ഷതമേൽക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യത ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ കണ്ണവം ഫോറസ്റ്റ് ആണ് അടുത്തുള്ള ഒരു പ്രദേശം. അവിടെ നിന്ന് എത്തിയ പുലിയാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ കൊട്ടിയൂരിൽ വനമേഖലയുണ്ട്. ഇവിടുന്ന് എത്തിയിരിക്കുന്ന പുലിയാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്നും ആരാണ് കെണിവെച്ചതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെന്നൊരു ആവശ്യം കൂടിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ആറളം RRT ടീമിന്റെ വിശദമായ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അശ്വതി. കണ്ണൂർ മാലൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി ചത്തതിൽ 2 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പരിക്കാണ് പുലിയുടെ മരണകാരണമെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ സ്ഥലമുടമയെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. കെണിവെച്ചയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് പുലി കെണിയിൽ കുടുങ്ങിയത്. ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്.